ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ചു എൻ്റെ അമ്മയ്ക്ക് വയ്യ, കുറേ നാളായി കിടപ്പായിട്ട്. ഞാൻ അങ്ങനെ അവൻ്റെ അമ്മേനെ കാണാൻ ചെന്നു. ഇങ്ങനെ ഈ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. ഇവൻ എന്തിനാ എന്നെ വിളിച്ചു കൊണ്ടുപോണത്? അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ? ചെന്നപ്പോ ഒരു 10-99 വയസ്സുള്ള അവൻ്റെ അമ്മയാണ് കിടക്കണേ. കിടന്ന കിടപ്പാണ്, ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. ഇവ എന്തിനാ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോണേ? താവേ ഈ അമ്മയുടെ ഞരമ്പുകൾക്കൊക്കെ ബലം വെക്കട്ടെ, നല്ല ആരോഗ്യം വരട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ എന്തെന്നാ പ്രാർത്ഥിക്കുക? കർത്താവേ ആശ്വാസം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ, സഹനത്തിന്റെ നടുവിലെ കട്ടിൽ മേലെ കിടക്കണതേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ഫോൺ, അച്ചു അച്ഛൻ തന്നെ വരണം. ഞാനല്ലടെ ഇപ്പൊ വന്നത്. അല്ല അച്ഛൻ തന്നെ വരണം. അച്ഛാ അമ്മ മരിച്ച്. ലോട്ടറി കിട്ടിയ സന്തോഷം പോലെ അവൻ പറയണത്. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടാ മരിച്ചത്. അച്ഛൻ തന്നെ വന്നിട്ട് ചവടപ്പ് നടത്തണം. എന്റെ അമ്മോ, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടോ ഇതിനൊക്കെ? പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കത് ചെയ്തു തരണം. അച്ഛൻ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. അങ്ങനെയൊന്നും പറയില്ല. ഇത് എന്തത്? അച്ഛൻ പറ, അച്ഛൻ എന്താ വേണ്ട? എടോ എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേക്ക്. ദയവ് ചെയ്ത് ഇതിനത്ര പരസ്യം നീ കൊടുക്കരുത്. ഇത്ര മാത്രം ചെയ്തു തന്നാ മതി. നീ ഈ ഫോണാ വെച്ച് പിന്നെ വിളിക്കും. ഹലോ ചേച്ചില്ലേ? അതെ, ഹൈദരാബാദ്. അതെ, അമ്മ മരിച്ച്. ഡേവിഡ് ശർമ്മ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മരിച്ചു. നീ ഫോൺ വിളിച്ചിട്ട് ഈ ലോകത്തുള്ള എല്ലാവരോടും പറയാൻ പോണത് എന്തുട്ടാ? അമ്മ മരിച്ചു. എങ്ങനെ? ഡേവിഡ് ശർമ്മ വന്ന് പ്രാർത്ഥിച്ചു, അമ്മ മരിച്ചു. ഈ ഒരു പരസ്യം നീ ഇന്ന് എനിക്ക് ഒഴിവാക്കി തരണം. ഞാൻ ചവിടപ്പിന് വന്നോളാം. എന്താ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി. ഇത് ഫോണാ വെച്ച് കഴിഞ്ഞ ഹലോ, ഇത് ഡേവിഡ് ശർമ്മ. അതെ, കോഴിക്കോട്ട് നിന്നാണ്. എന്താണാവോ? അമ്മ പ്രായമായിട്ട് കിടക്കണേ, ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഒരു കാലഘട്ടം കഴിയുമ്പോ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും എന്ന് നമ്മളൊക്കെ ഓർത്തിരിക്കണം പ്രിയമുള്ളവരെ.